എന്നെങ്കിലും നീ ഇല്ല നീ നീ ഇവിടെ നിന്ന് ലോകത്ത് നിന്ന് വിട്ടു പോകുന്നതിന് മുന്നേ ചാവുന്നതിന് മുന്നേ എന്നെങ്കിലും എൻ്റെ വീഡിയോ നീ ഇത് കാണും. നീ കാണണം. നിനക്ക് വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ. മനസ്സിലായില്ലേ? ഹലോ, എല്ലാവർക്കും ഗോസി ടോപ്പ് ബോക്സിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കണ്ണിലണിയായ ഷംജിതയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ എന്നെങ്കിലും ആ കുരിപ്പ് ഈ വീഡിയോ കാണുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ആണ് ഈ വീഡിയോ എടുക്കുന്നത്. ഈ വീഡിയോ അവൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വേറെ ആരും കണ്ടില്ലേലും ഷംജിത ഇത് കാണണം. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം തന്നെ നല്ലൊരു അഭിസംബോധന ചെയ്തേക്കാം അല്ലേ? എടി 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 ചെകുത്താന്റെ സന്തതിയായ മനുഷ്യരൂപത്തിലുണ്ടായ സ്ത്രീയെ നിന്നെ സ്ത്രീയുടെ ഗണത്തിൽപ്പെടുത്താൻ പോലും കൊള്ളിയല്ല. അത്രയ്ക്ക് വൃത്തികെട്ട ജന്തുവാ നീ. മനസ്സിലായില്ലേ? നീ ഡയറക്റ്റ് കൊല്ലുന്നത് പോലെ തന്നെയാണ് മനുഷ്യനെ ജീവനെടുത്തത്. മനസ്സിലായില്ലേ? അവളെന്നിട്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചലക്കുന്നു. ഞാൻ വിചാരിച്ചില്ല അയാൾ അത് ചെയ്യുന്നു. നീ പിന്നെ എന്താണ് നീ വിചാരിച്ചത്? നിന്റെ കടപ്പ് കഴിഞ്ഞാ? നിന്റെ കടപ്പ് തീർന്നാ? നീ എവിടെ പോയി ഇരിക്കേപ്പാ? നീ എന്ത് കാണാനിപ്പോ നീ എന്താ ഡിലീറ്റ് ആക്കി കളഞ്ഞത്? ഇവിടെ എങ്ങാനും ഉണ്ടായിരുന്നു ഇടിച്ച അമ്മന്തേക്ക് ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചാൽ. മനസ്സിലായില്ലേ? എന്നാലും ഞാൻ ജയിലിൽ പോയാലും കുഴപ്പമില്ല. എടി നിന്നെ പോലുള്ള ചേർത്താമാര് നിനക്ക് ചുറ്റുമുണ്ട്. അവരെ തെരഞ്ഞു പിടിച്ച് നിനക്ക് ഉപദ്രവിച്ചൂടെ? ഈ പാവപ്പെട്ട പിടിച്ച മനുഷ്യൻ നീ എന്തിനാണ് ഉപദ്രവിക്കുന്നേ? അയാൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അയാളെ മാത്രമേ നിനക്ക് കണ്ടുള്ളൂ? നിനക്ക് റീച്ച് ആവാനായിട്ട് ആ പാവപ്പെട്ട മനുഷ്യനെ മാത്രമേ നീ കണ്ടുള്ളൂ? ഓരോരുത്തരുമാരെ ഇറങ്ങിക്കോളും. ഏകദേശം നമ്മുടെ നാട്ടിലുള്ള ഏകദേശം എല്ലാവരും അവളിട്ട ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നാലും ഒരു ചെറിയ രീതിയിൽ ആ ഷോർട്ട് വീഡിയോ പ്ലേ ചെയ്തിട്ട് ബാക്കി ഞാൻ പറയാം. ഒന്ന് കണ്ടു നോക്കട്ടോ. ഹായ്, അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് തിരിച്ചു വരാം. അതായത് നമുക്ക് ദീപകിനെ കുറിച്ച് പറയാം. ദീപക് ഒരു സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് പേരൻസിൻ്റെ കൂടെ താമസിക്കുകയാണ്. അതുപോലെ തന്നെ ആള് നന്നായിട്ട് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ സ്ഥിരം ഇയാള് പയ്യന്നൂരിലോട്ടുള്ള യാത്രയിൽ ബസ്സിൽ ആ സെയിം ബസ്സിൽ തന്നെ ഈ പിശാചിൻ്റെ സന്തതി, അതായത് അവളുടെ ഷംജിതയുടെ അപ്പനെ അമ്മനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഓക്കെ, സന്തതി എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഇതില് മനുഷ്യന്റെ രൂപത്തിലുണ്ടായ ആ ജന്തു, മൃഗത്തിന്റെ പേര് പോലും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ആ സാധനം പിശാചിന്റെ സന്തതി അങ്ങനെ പറയാം. അവളും ആ ബസ്സിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അവക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടി റീച്ച് വേണമായിരുന്നു, ഫോളോവേഴ്സ് വേണം. അപ്പം അവള് നോക്കിയപ്പം ഇപ്പം ഈ ഇടയ്ക്ക് ട്രെൻഡായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ. കുറച്ച് അവൾമാര് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ട്രെൻഡ്സ് വീഡിയോസ് ഒക്കെ. അപ്പൊ അവൾ അത് കണ്ടപ്പോൾ അത് റീച്ച് ആവുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പം ഇവളത് നോക്കി നിന്ന് അവൾക്കൊരു സമയം കിട്ടിയപ്പോൾ അവൾ അങ്ങോട്ട് മുതലെടുത്ത് ആ വീഡിയോയില് അവളൊരു നോട്ട് മീൻസ് ഇൻസ്റ്റയിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലവൾ പറയുന്നുണ്ട്, എൻ്റെ മുന്നിൽ നിന്ന പെൺകുട്ടിയുടെ മുഖം അത് മാറിയതും ആ ഒരു അസ്വസ്ഥത പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് അവള് ആ പെൺകുട്ടിയെ മാറ്റി നിർത്തി ആ ഒരു ദീപകിന്റെ പുറകെ നിന്നിട്ട് വീഡിയോ എടുത്തതും ഇതൊക്കെ ചെയ്തതെന്നും. ഇവളാര്? ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടി അപ്പം പ്രകടിപ്പിച്ചേനെ. അപ്പൊ അതൊന്നും അല്ല അവരുടെ ആവശ്യം.
അതൊന്നുമല്ല അവളുടെ ആവശ്യം. എന്നിട്ട് നെഞ്ചും വിരിച്ച് അവിടെ തൊട്ടുരുമി നിൽക്കുന്ന കണ്ടായിരുന്നല്ലോ അവള്. അവളുടെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചാ? അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസമുള്ളതായിട്ട് തോന്നിയാ? അത് അവളുടെ ഇഷ്ടത്തിന് അവൾ നിന്ന് കൊടുത്തല്ലേ? ആ മനുഷ്യന്റെ കയ്യിൽ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു, ഒരു കവർ ഉണ്ടായിരുന്നു, എന്തോ ഉണ്ടായിരുന്നു. ഓക്കെ, ബസ്സിൽ നിന്ന് ഇറങ്ങാറായപ്പം അത് എടുത്ത് കയ്യിൽ കുറച്ച് കയറ്റി പിടിച്ചു. അന്നേരം പുറകില് എവിടെയെങ്കിലും കൊണ്ടിട്ടുണ്ടാവും. ആരും പറഞ്ഞില്ലല്ലോ അയാളുടെ മൂട്ടിൽ പോയി നിൽക്കാനായിട്ട്. പറഞ്ഞ? ഇല്ലല്ലോ. ഇപ്പൊ നിനക്ക് റീച്ച് കിട്ടിയില്ലേ? വിട്ടു വാ, നിനക്ക് കാണിച്ചാലേ ഞാന്. റീച്ച് ഉണ്ടാക്കിയല്ലേ നീ ഇപ്പൊ കൊറേ. ഇപ്പൊ ഫേമസ് ആയില്ലേ? നിന്റെ കഴപ്പ് തീർന്നോ അയാളുടെ ജീവൻ എടുത്തപ്പോ? നീ ഇപ്പൊ എന്താ ചെയ്തെന്നറിയോ? നീ അയാളെ കൊന്നു. മനസ്സിലായി? നീ ഒരു കൊലപാതക, നീ അയാളെ കൊന്നു. എന്നിട്ട് നീ എവിടെ പോയിരിക്കുക ഇപ്പൊ? എന്നിട്ട് അവള് വീഡിയോ പബ്ലിക് ചെയ്തിട്ട് ഇപ്പൊ ഡിലീറ്റ് ചെയ്തിട്ട് അവള് ന്യായീകരിക്കുന്നു. എന്നിട്ട് അവള് പറഞ്ഞു, അവള് പോലീസ് സ്റ്റേഷനിൽ അവളെ അറിയിച്ചു. അവൾക്ക് അറിയാവുന്ന ഒരു പോലീസ് സ്റ്റേഷനിൽ പോലീസിനെ വിളിച്ചിട്ട് അവള് പറഞ്ഞു. അവിടെ ഒരു കംപ്ലൈന്റ് പോലും ഇല്ലല്ലോ, അവള് കൊടുത്ത കംപ്ലൈന്റ് ഇല്ലല്ലോ. എവിടെ പോയി? എന്താ ആകാശത്ത് പറന്നു പോയാ? വേറൊരു കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ കുട്ടി ഇതുവരെയായിട്ട് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നതായിട്ടോ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഏത് കുട്ടിയാ? അവിടെ കുഞ്ഞുമ്മയായിരിക്കും. ഇനി ആർക്കൊക്കെ ഇതേപോലെ ട്രെൻഡ് പുറത്തിറക്കാനുള്ളത്? പുന്നാര മോളെ, നന്നായിട്ട് നല്ല രീതിയിൽ വരുന്നുണ്ട്, മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നു ദൈവത്തിന് ഈ ഇടയ്ക്ക് കുറച്ചൊരു കണക്ക് കൂട്ടലൊക്കെ പിഴച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതേപോലെ കുരുത്തം കെട്ട ചൗത്താന്റെ രൂപത്തിലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഭൂമി വന്ന് ജനിക്കോ? നീ ഭയങ്കര ഹാപ്പിയാണോ? നീ സന്തോഷാണോ? നീ മര്യാദക്ക് നിനക്ക് എല്ലാം ഓക്കെ ആണോ? നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? നന്നായിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പുറത്തൊക്കെ ആൾക്കാരുമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഹാപ്പി അല്ലേ മോള്? ഹാപ്പി അല്ലേ? വിഷമം ഉണ്ടാവും. മെന്റലി അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു ഉടായ്പിന് പോലും പോവാത്ത മനുഷ്യന്മാര്, അവർക്കെതിരെ അവര് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം, ഒരു തെറ്റ് അവരുടെ തലയിൽ ചുമത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊരിക്കലും പിടിച്ചു നീക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു പാവപ്പെട്ട മനുഷ്യനെയാടി നീ കാരണം ഇന്നും ജീവിച്ചിരിക്കേണ്ട, ഇന്നും ഇവിടെ ഉണ്ടായിരിക്കേണ്ട ആ വ്യക്തി, മനസ്സിലല്ലേ? ആ വ്യക്തി ഈ ലോകം വിട്ടുപോയത് നീ ഒറ്റ ഒരുത്തി, ഷംജിത മുസ്തഫ. നിനക്ക് അത്രയ്ക്ക് കടപ്പാണെങ്കിൽ നീ എന്താ പഞ്ചായത്ത് മെമ്പറായിട്ട് നീ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട്, 5 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഞാൻ കേട്ട്. നീ എന്തും നീ അവിടെ എന്തോ ഉണ്ടാക്കിയേ? നീ മാപ്പ് അർഹിക്കുന്നില്ല മോളെ, നീ മാപ്പ് അർഹിക്കുന്നില്ല. നിനക്ക് കിട്ടേണ്ടത് നീ മേടിച്ചേ പറ്റൂ, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നീ അയാളുടെ ജീവൻ തിരിച്ചു കൊടുക്കണം, മനസ്സിലായില്ലേ? അന്ന് ആ സംഭവത്തിന് മുന്നേ അയാൾ എങ്ങനെയാണോ ഈ ലോകത്ത് ജീവിച്ചത് അതേ നിലവാരത്തിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റണം. നീ അയാൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കുവോ? നീ എവിടെ പോയി കിടക്കുക? നിനക്ക് ഇപ്പൊ റീച്ചൊന്നും വേണ്ടേ?
ആ വീട്ടുകാരുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല, മനസ്സിലായോ? നിന്റെ വീട്ടിലുണ്ടല്ലോ ഈ ആൾക്കാര്, അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് നീ ക്ഷമിക്കോ? നീ മിണ്ടാണ്ടിരിക്കുവോ? ഈ കേരളത്തിലുള്ളവരെല്ലാരും നിനക്കെതിരെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നീ മനസ്സിലാക്കിക്കോ, നീ എത്രത്തോളം വൃത്തികെട്ട കാര്യം നീ ചെയ്തെന്നുള്ളത്. നിന്നെ ഒരുത്തരും സപ്പോർട്ട് ചെയ്തില്ല. ഇനി അഥവാ സപ്പോർട്ട് ചെയ്താൽ അവർക്കിട്ട് ഞാൻ ബാക്കി തരും, മനസ്സിലായില്ലേ? ഞാൻ ആരെ സപ്പോർട്ട് ചെയ്യാന്ന് പറയണല്ലോ. നീ എങ്ങനെ രക്ഷപ്പെടും? നീ വിചാരിച്ചില്ല അല്ലേ? ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും വിചാരിച്ചില്ല അല്ലേ? ഇങ്ങനെ ആള് സൂയിസൈഡ് ചെയ്യുന്ന നീ വിചാരിച്ചില്ല അല്ലേ? നീ വിചാരിച്ചില്ല അല്ലേ? നീ എന്താ വിചാരിച്ചേ? അയാളെ കണ്ടപ്പോ നീ എന്താ വിചാരിച്ചേ? ഒരു മനുഷ്യനെയും അറിയാണ്ട് ജഡ്ജ്മെന്റ് ചെയ്യരുത്, മനസ്സിലായില്ലേ? ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ ലൈഫ് നോക്കി ഹാപ്പി ആയിട്ട് ഒരു ഉഡായിപ്പും കാണിക്കാണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന മനുഷ്യനാ. ആ ഒറ്റ ഒരു ട്രാവലിങ്ങിലാണ് നീ നശിപ്പിച്ചെടുത്ത് കൈ കൊടുത്തത്, മനസ്സിലായില്ലേ? എത്ര സ്വപ്നങ്ങളുണ്ടായിരിക്കും അയാൾക്ക്, അയാളുടെ ഫാമിലിക്കും ഉണ്ടായിരിക്കും. അതെല്ലാം നശിപ്പിച്ചു. നിനക്ക് അതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നിട്ട് ഒരു ഉളുപ്പും ഒരു കുറ്റബോധവും ഇല്ലാണ്ട് പറയുന്നത്, ഞാൻ വിചാരിച്ചില്ല അയാൾ അങ്ങനെ ചെയ്യുന്നു. നീ പിന്നെ എന്താണ് വിചാരിച്ചത്? ഇനി പറഞ്ഞാൽ ഞാന് ഇവിടെ ഒന്നും നിൽക്കില്ല, മനസ്സിലായില്ലേ? നിർത്ത. എന്നെങ്കിലും നീ ഇത് കാണും. എന്നെങ്കിലും കറങ്ങി തിരിഞ്ഞ് നിന്റെ അടുത്ത് ഈ വീഡിയോ കിട്ടും, മനസ്സിലായില്ലേ? നീ ഇത് കാണണം. നീ അത്ര പെട്ടെന്ന് നിനക്ക് ഇത് ഊരിപ്പോരാന്നൊന്നും നീ വിചാരിക്കണ്ട. പക്ഷെ എനിക്ക് നേരിട്ട് പറയാൻ പറ്റാത്തത്, മനസ്സിലായില്ലേ? നേരിട്ട് പറയാൻ പറ്റാത്തതാ ഞാനിപ്പം ഇത് പറഞ്ഞത്. നീ എന്നെങ്കിലും നേരിട്ട് കണ്ടാണ്ടല്ല, അന്ന് നീ മനസ്സിലാക്കും. എനിക്ക് ദീപകിന്റെ ഫാമിലിനെ സമാധാനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ലൈക്ക് ആ ലോസ് ഉണ്ടായത് ദീപകിന്റെ ഫാമിലിക്ക് മാത്രമാണ്. സാരമില്ല പോട്ടെ എന്നൊന്നും പറയാൻ പറ്റില്ല. ആ ലോസ് അവർക്ക് മാത്രമാണ്. നമുക്കും വേദനയുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും നമുക്കും വേദനയുണ്ട്. പക്ഷെ നമുക്ക് സമാധാനിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്കൊരു കുറച്ച് ആശ്വാസം കിട്ടണമെങ്കിൽ ദീപകിന് നീതി കിട്ടിയേ പറ്റൂ. അതിന് ഓരോ മലയാളികളും ഉണ്ടാവും. നീ രക്ഷപ്പെടില്ല. നീ നിന്റെ ഇപ്പൊ എത്ര നാൾ കിട്ടിയ റീച്ചില്ലേ, നീ അങ്ങോട്ട് എടുത്ത് കഷത്തി വെച്ച് നടക്ക്. കേട്ടോ? വീഡിയോ നിർത്തുമ്പോ സൈനിങ് ഔട്ട്.